മഞ്ജു വാര്യർ ഇത് ആദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ പലവർക്കും സംശയങ്ങൾ കൂടുതലായി. കാവ്യയ്ക്ക് പോലും ഈ തന്ത്രങ്ങൾ മനസ്സിലായില്ല. ഇതേറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിനു പുറകെ ഒന്നായി രണ്ടുപേരും പിന്തുടർന്ന് ഈ ഒരു വിഷയം ഇപ്പോൾ ആളുകൾക്കിടയിൽ ചർച്ചയാവുകയാണ്. പക്ഷേ ഇതിന് ഉത്തരവുമായി പ്രമുഖ വ്യക്തി എത്തിയിട്ടുണ്ട്. മഞ്ജു വാര്യർ സർജറി ചെയ്തിട്ടുണ്ട് എന്ന് പലവരും ചോദിക്കുന്നു. എന്നാൽ അവർ അതൊന്നും ചെയ്തിട്ടില്ല. ആള് തന്നെയാണ് സ്കിൻ കറക്റ്റ് ചെയ്യുന്നത്. കൃത്യമായ പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്ത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്ത് മാത്രമല്ല, നല്ല ലൈഫ് സ്റ്റൈലുമാണ്. കൃത്യമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം എല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വെറുതെ റിവ്യൂവിന് വേണ്ടി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണ്. നാട്ടുകാർ വിചാരിക്കുന്നത് പോലെ ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഫാത്തിമ നിലൂഫർ പറഞ്ഞു, കൃത്യമായ ജീവിതശൈലിയുടെ മാത്രമേ ചർമ്മത്തിന് ഭംഗി നിലനിർത്താൻ സാധിക്കൂ എന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കി. മഞ്ജു വാര്യർ സൗന്ദര്യം നിലനിർത്താനായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കാവ്യ മാധവനും സർജറിക്കും മറ്റും തയ്യാറായി എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. അടുത്തിടെ നയൻതാരയും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. നയൻതാരയുടെ ശരീരം മാറ്റം പ്ലാസ്റ്റിക് സർജറിയിലൂടെ നേടിയെടുത്തതാണെന്നും അങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം നേടിയത് എന്നുള്ള ചർച്ചകൾക്കിടയിലാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. തന്റെ മുഖത്തൊന്നും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ശരിയായ ഡയറ്റും വ്യായാമവും ഒക്കെയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. നടൻ മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം കൃത്യമായ ഡയറ്റും ജീവിത രീതിയും പിന്തുടരുന്ന ആളാണ്. പിതാവിന്റെ രീതി തനിക്ക് പിന്തുടരാൻ സാധിക്കാറില്ല എന്നും അദ്ദേഹം അത്ര കൃത്യമായാണ് ഡയറ്റ് വ്യായാമവും ഒക്കെ പിന്തുടരുന്നതെന്നും മകൻ നടനുമായ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുമെങ്കിലും ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. മാത്രമല്ല, ശരിയായ വ്യായാമം, ഉറക്കം എന്നിവയും താരം പിന്തുടരുമെന്നും ഇവർ പറയുന്നു.